ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന വനം വകുപ്പിന് കീഴിലുള്ള തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അടിസ്ഥാന യോഗ്യത വരുന്നത് SSLC ആണ്. അപേക്ഷ ഫീസൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SSLC അഥവാ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരള സർക്കാരിലെ ബന്ധപ്പെട്ട വകുപ്പ് നൽകുന്ന മോട്ടോർ മെക്കാനിക്സ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിലെ ITI അല്ലെങ്കിൽ ITC സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും പമ്പ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പ്ലംബർ അല്ലെങ്കിൽ തത്തുല്യ ജോലിയിൽ 1 വർഷത്തിൽ കുറയാത്ത ജോലി പരിചയം ഉണ്ടായിരിക്കണം. മേൽ പ്രവൃത്തി പരിചയം അപ്രന്റീസ്ഷിപ്പിന് പുറമേ ഉള്ളതായിരിക്കണം. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1 50 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 21,070 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് പ്ലംബർ പോസ്റ്റാണ്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SSLC അഥവാ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരള സർക്കാരിലെ ബന്ധപ്പെട്ട വകുപ്പ് നൽകുന്ന പ്ലംബർ ട്രേഡിലെ ITI അല്ലെങ്കിൽ ITC സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും പ്ലംബർ ജോലിയിൽ 1 വർഷത്തിൽ കുറയാത്ത ജോലി പരിചയം ഉണ്ടായിരിക്കണം. മേൽ പ്രവൃത്തി പരിചയം അപ്രന്റീസ്ഷിപ്പ് പുറമേ ഉള്ളതായിരിക്കണം. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1 50 വയസ്സ് കഴിയാൻ പാടില്ല. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 21,070 രൂപയാണ്. അടുത്തത് അസിസ്റ്റന്റ് പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റാണ്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SSLC അഥവാ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതിൽ നിന്നെങ്കിലും പമ്പിംഗ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്ന ജോലിയിൽ 1 വർഷത്തിൽ കുറയാത്ത ജോലി പരിചയം ഉണ്ടായിരിക്കണം. മേൽ പ്രവൃത്തി പരിചയം അപ്രന്റീസ്ഷിപ്പിന് പുറമേ ഉള്ളതായിരിക്കണം. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1 50 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. 3 ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 19,310 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സ് വിഷയത്തിൽ ലഭിച്ച ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകാരമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും MS ഓഫീസിൽ ലഭിച്ചിട്ടുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആണ്. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1 36 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ അനുവദനീയമായ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 22,240 രൂപയാണ്. അടുത്തത് ജൂനിയർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിൽ ലഭിച്ച ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകാരമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നും MS ഓഫീസിൽ ലഭിച്ചിട്ടുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്. പ്രായപരിധി വരുന്നത് 2025 ജനുവരി 1 36 വയസ്സ് കഴിയാത്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ അനുവദനീയമായ ഇളവുകൾ ലഭിക്കുന്നതാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം. പ്രതിമാസ കരാർ വേതനം 22,240 രൂപയാണ്. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും പ്രാഥമികമായി എല്ലാ യോഗ്യതകളും ഉള്ളവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. ഇവരിൽ നിന്നും അഭിമുഖത്തിൻ്റെയും പ്രാക്ടിക്കൽ ടെസ്റ്റ് ആവശ്യമുള്ള തസ്തികകളിൽ അതിൻ്റെയും അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കി ആ ലിസ്റ്റിൽ നിന്നുമാണ് നിയമനം നടത്തുന്നത്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായ തസ്തികകളിൽ മേൽ സർട്ടിഫിക്കറ്റുകൾ നിയമന സമയത്ത് മാത്രം ഹാജരാക്കിയാൽ മതിയാകും. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച അപേക്ഷ, നിങ്ങളുടെ ഫോട്ടോ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ അനുബന്ധ രേഖകൾ എന്നിവ സഹിതം കവറിലിട്ട് ദ ഡയറക്ടർ, തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ PO, കുരിശുമൂലയ്ക്ക് സമീപം, തൃശ്ശൂർ 680014 കേരള എന്ന വിലാസത്തിൽ അപേക്ഷ അയക്കേണ്ടതാണ്. അപേക്ഷകൾ നേരിട്ടും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് @gmail.com എന്ന ഇമെയിലും സ്വീകരിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റുകളുടെ അസൽ അഭിമുഖ സമയത്ത് ഹാജരാക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 16/8/2025 വൈകുന്നേരം 5 മണി വരെയാണ്.
താമസിച്ച് ലഭിക്കുന്ന അപേക്ഷകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.